നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള 4ാം ടെസ്റ്റ് നാളെ ഓൾഡ് ട്രാഫോർഡിൽ മാഞ്ചസ്റ്ററിൽ ആരംഭിക്കുകയാണല്ലോ. പരിക്കിൻ്റെ പിടിയിലാണ് ലോർഡ്സ് ടെസ്റ്റിന് ശേഷം ടീം ഇന്ത്യയുള്ളത്. ആരൊക്കെ പ്ലേയിങ് ലെവലിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പേസ് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് പ്രശ്നങ്ങളുള്ളത്. ആകാശ് ദീപിൻ്റെ പരിക്ക്, ഹർഷ്ദീപ് സിംഗ് പരിക്കേറ്റ് റൂൾഡ് ഔട്ടാണ്. ഓൾറൗണ്ടർ നിതീഷ് കുമാർ റെഡ്ഡി സീരീസിൽ നിന്ന് തന്നെ പരിക്കേറ്റ് റൂൾഡ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അത്തരം ആശങ്കകൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ചെറിയ ചില ആശ്വാസങ്ങളുമുണ്ട്. അതായത് ഇന്നലെ വരെ വന്നിരുന്ന വാർത്തകളിൽ നമ്മൾ കണ്ടിരുന്നത് ഋഷഭ് പന്ത് കളിച്ചാലും സ്പെഷ്യലിസ്റ്റ് ബാറ്ററായിട്ടായിരിക്കും, ധ്രുവ് ജുറൽ വിക്കറ്റ് കീപ്പറായിട്ട് ഇറങ്ങാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ ഉണ്ടായിരുന്നെങ്കിലും ഇന്നലെ ഋഷഭ് പന്ത് കീപ്പിംഗ് പ്രാക്ടീസൊക്കെ ചെയ്തിട്ടുണ്ട്. ഹീസ് റെഡി. അത് ആശ്വാസകരമാണ്. അതേ സമയം തന്നെ ബൂംറ ആകെ ഈ സീരീസിൽ 3 ടെസ്റ്റേ കളിക്കുകയുള്ളൂ എന്നുള്ളതാണ് നേരത്തെയുള്ള തീരുമാനം വർക്ക് ലോഡ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട്. സോ മാഞ്ചസ്റ്ററിൽ അദ്ദേഹം 3ാമത്തെ ടെസ്റ്റും കളിക്കും. ഇനിയിപ്പോൾ 4th ടെസ്റ്റ് കളിക്കുമോ എന്ന ചോദ്യം കൂടി അവിടെ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ക്യാമ്പിൽ നിന്നുള്ള വിവരങ്ങൾ ഒന്ന് പരിശോധിക്കുകയാണ്. ഇത് ESPN ക്രിക്കിൻഫോയുടെ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ വിവരങ്ങൾ നിങ്ങളിലേക്ക് പങ്കുവെക്കുന്നത്. ബൂംറ 4th ടെസ്റ്റ് കളിക്കും എന്നിപ്പോൾ കൺഫേം ചെയ്തിരിക്കുകയാണ് മുഹമ്മദ് സിറാജ് പറഞ്ഞ വാക്കുകൾ: സോ ഫാർ വി ഓൺലി നോ ദാറ്റ് ജാസിബായ് വിൽ പ്ലേ. ബൂംറ കളിക്കും, അതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്, ഇപ്പോൾ പറയാൻ പറ്റുന്നതെന്ന് മുഹമ്മദ് സിറാജ് പറയുന്നു. അപ്പം പേസ് അറ്റാക്ക് സിറാജും അദ്ദേഹവും ചേർന്ന് തന്നെ, ബൂംറയും ചേർന്ന് തന്നെ ആരംഭിക്കും. ആകാശ് ദീപും ഹർഷ്ദീപും ഇഞ്ചോർഡാണ്. അപ്പോൾ അതിൽ എന്ത് സംഭവിക്കുന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അതോടൊപ്പം തന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ആകാശ് ദീപിൻ്റെ ഫിറ്റ്നസ് റിമൈൻ ഒരു ക്വസ്റ്റനായിട്ട് നിൽക്കുകയാണ്. അദ്ദേഹം ഇന്നലെ നെറ്റ്സിൽ കുറച്ച് പന്ത് എറിഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും അത് ബൗളിംഗ് കോച്ച് മോണി മോർക്കലിൻ്റെ വലിയ നിരീക്ഷണത്തിലായിരുന്നു. ഇനി ബാക്കി കാര്യങ്ങൾ ഇന്നത്തോടുകൂടിയൊക്കെ തീരുമാനിക്കുകയുള്ളൂ, അദ്ദേഹം കളിക്കുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം കളിച്ചില്ലെങ്കിൽ ആരായിരിക്കും പകരം 3rd സ്ട്രീമറായിട്ട് ഇറങ്ങുക എന്ന ചോദ്യമുണ്ട്. അതിനിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് പ്രസിദ്ധ് കൃഷ്ണയും അൻഷുൽ കമ്പോജുമാണ്. പ്രസിദ്ധ് കൃഷ്ണയുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ 51.56, ഇക്കണോമി 5.33 ഈ സീരീസിൽ. അത് സജസ്റ്റ് ചെയ്യുന്ന ലാക്ക് ഓഫ് കൺട്രോളാണ്. സോ അദ്ദേഹത്തെ കളിപ്പിക്കുമോ അതല്ല അൻഷുൽ കമ്പോജിനെ ഇപ്പോൾ അടിയന്തരമായിട്ട് സ്ക്വാഡിലേക്ക് എമർജൻസി ആയിട്ട് വിളിച്ചു വരുത്തിയതാണല്ലോ. സോ 24-കാരനായിട്ടുള്ള താരത്തിന് ഇതുവരെ ടെസ്റ്റ് മത്സരങ്ങൾ കളിക്കാനുള്ള അവസരം ലഭിച്ചിട്ടില്ല. സോ ആ ഒരു അവസരത്തിനുള്ള സാധ്യത കാണുന്നു. സോ ആകാശ് ദീപിൻ്റെ ഫിറ്റ്നസിൻ്റെ കാര്യത്തിലാണ് ആശങ്ക. ഇന്നാണ് ആ കാര്യത്തിലൊരു ഫൈനൽ ഡിസിഷൻ എടുക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ നിതീഷ് കുമാർ റെഡ്ഡി റൂൾഡ് ഔട്ടാണ്. അദ്ദേഹം 2nd ടെസ്റ്റും 3rd ടെസ്റ്റും കളിച്ചിട്ടുണ്ടായിരുന്നു. ലോർഡ്സിൽ 4th സ്ട്രീമറായിട്ട് വളരെ ഇമ്പ്രസീവായിട്ടുള്ള പെർഫോമൻസ് നടത്തിയിട്ടുള്ള ആളാണ്. സോ അദ്ദേഹം ഇഞ്ചുറി കാരണം റൂൾഡ് ഔട്ട് ആവുന്നു. സ്പെഷ്യലിസ്റ്റ് ബാറ്റർ സായ് സുദർശൻ പ്ലേയിങ് ലെവലിലേക്ക് വരാനുള്ളൊരു സാധ്യത കാണുന്നു. അപ്പോൾ സായ് സുദർശൻ ഫസ്റ്റ് ടീമിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം അദ്ദേഹം നേരത്തെ ഹെഡിംഗ് ലീഗിൽ കളിച്ചിട്ടുണ്ട്. ആദ്യ ഇന്നിങ്സിൽ ഡക്കായി, 2ാം ഇന്നിങ്സിൽ 30 റൺസ് അടിച്ചു. പക്ഷേ പിന്നീട് സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടർ ഓഫ് സ്പിന്നർ ആയിട്ടുള്ള വാഷിങ്ടൺ സുന്ദറിന് വേണ്ടി അദ്ദേഹത്തെ ഡ്രോപ്പ് ചെയ്യുകയായിരുന്നു എഡ്ജ്ബാസിലും ലോർഡ്സിലും. അപ്പോൾ സായ് സുദർശൻ തിരികെ വരികയാണെങ്കിൽ ഒരു പക്ഷേ മറ്റു ചില മാറ്റങ്ങൾ കൂടി സാധ്യതയുണ്ട്. പിന്നെ ഷാർദുൽ താക്കൂറിന് അതായത് നമ്മുടെ വാഷിങ്ടൺ സുന്ദറെ മാറ്റി ഷാർദുൽ താക്കൂറിനെ 4th സ്ട്രീമറായിട്ട് ഉപയോഗപ്പെടുത്താനുള്ളൊരു സാധ്യത കൂടി അവിടെ തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പം ബാറ്റിങ്ങിലും ബൗളിങ്ങിലും അത്തരത്തിലുള്ള ചില മാറ്റങ്ങൾക്ക് സാധ്യത. അതോടൊപ്പം തന്നെ ഋഷഭ് പന്തിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. അദ്ദേഹം കഴിഞ്ഞ ദിവസം വിക്കറ്റ് കീപ്പിംഗ് ഡ്രില്ലുകളൊക്കെ ചെയ്തു. അതുപോലെ തന്നെ വളരെ കംഫർട്ടബിളായിട്ട് നെറ്റ്സിൽ ബാറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സോ ഹീസ് ഓക്കെ, ഹീസ് റെഡി. അതൊരു വലിയ ആശ്വാസമുണ്ടാക്കുന്ന വാർത്തയാണ്. ഇനി ബൂംറയുടെ കാര്യത്തിൽ അദ്ദേഹം 3rd ടെസ്റ്റ് ഇവിടെ കളിക്കുകയാണ്. ഈ 5 മാച്ച് ടെസ്റ്റ് സീരീസിൽ 3 ടെസ്റ്റ് മത്സരങ്ങൾ അദ്ദേഹം കളിക്കുകയുള്ളൂ വർക്ക് ലോഡ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടെന്ന് പറഞ്ഞല്ലോ. ഇപ്പം മാഞ്ചസ്റ്ററിലാണ് ഈ ഒരു 3rd ടെസ്റ്റ് വരുന്നത്. അതൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്ട്രെയിന് കുറക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകർ പറയുന്നത്. കാരണം ഇപ്പോൾ നമുക്ക് വെതർ ഫോർകാസ്റ്റ് അനുസരിച്ച് മഴയ്ക്ക് സാധ്യതയുണ്ട്. ലൈറ്റ് ഷവേഴ്സ് ഫസ്റ്റ് 2 ഡേയ്സിൽ ലൈറ്റ് ഷവേഴ്സിന് സാധ്യതയുണ്ട്. അപ്പം മത്സരത്തിൻ്റെ കുറേ പ്ലേയിങ് ടൈം അങ്ങനെ അങ്ങ് കട്ടായി പോകും. അതോടൊപ്പം തന്നെ 5th ഡേയിലും മഴയ്ക്ക് സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സീരീസ് സ്റ്റിൽ അലൈവ് ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഓൾഡ് ട്രാഫോർഡിൽ നമുക്കൊരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുകയും മത്സരം സീരീസ് 2-2 സമനില നിൽക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ബൂംറ അടുത്തൊരു ടെസ്റ്റ് കൂടി, അവസാന ടെസ്റ്റ് കൂടി കളിക്കാനുള്ള പോസിബിലിറ്റി നമുക്ക് റൂൾഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഏതായാലും ഇതൊക്കെയാണ് നമ്മുടെ ക്യാമ്പിൽ നിന്നുള്ള വിവരങ്ങൾ. അപ്പോൾ ഇന്ത്യയുടെ 4 ടെസ്റ്റിനുള്ള സ്ക്വാഡ് നോക്കിയാൽ ഇപ്പം നിതീഷ് കുമാർ റെഡ്ഡിയും
അതുപോലെ അർഷ്ദീപൊക്കെ പുറത്തായിട്ട് അൻഷുൽ കമ്പോജിനെ ആഡ് ചെയ്തിട്ട് അങ്ങനെയൊക്കെയുള്ള ചില മാറ്റങ്ങൾ ഈ ഒരു സ്ക്വാഡിലുണ്ട്. അപ്പോൾ ഈ അപ്ഡേറ്റഡ് സ്ക്വാഡ് നോക്കാം. ശുഭൻ ഗില്ല്, ഋഷഭ് പന്ത്, യശസ്വി ജയ്സ്വാൾ, KL രാഹുൽ, സായ് സുദർശൻ, അഭിമന്യു ഈശ്വരൻ, കരുൺ നായർ, രവീന്ദ്ര ജഡേജ, ധ്രുവ് ജുറൽ, വാഷിംഗ്ടൺ സുന്ദർ, ഷാർദുൽ താക്കൂർ, ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ, ആകാശ് ദീപ്, കുൽദീപ് യാദവ്, അൻഷുൽ കമ്പോജ്. ഏതായാലും കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും നമുക്ക് കൂടുതലൊരു വ്യക്തത വരും. ഇന്ന് രാത്രിയൊക്കെ ആകുമ്പോഴേക്കും ഇന്നത്തെ വിവരങ്ങൾ കൂടി നമുക്ക് പൂർണ്ണമായിട്ട് ലഭിക്കും. അപ്പോൾ ഇന്ത്യയുടെ പ്ലേയിങ് 11 എങ്ങനെയാവും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോ കൂടി ചെയ്യാം. ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ ഇതാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം.